ഏറെ പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിലെ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 1 നാം ഏറെ ഇഷ്ടത്തോടെയും അതിലേറെ ആവേശത്തോടെയും അനുഭവിച്ചറിഞ്ഞ ജീവിതം സഖാവ് കോടിയേരിയുടെ ഓർമ്മ ദിനമാണ്. തന്നെ ചെറുപ്രായത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ ആശയ അടിത്തറയിൽ നിന്ന് അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ 70കളിൽ ആരംഭിച്ച തൻ്റെ രാഷ്ട്രീയ ജീവിതം ഏറെ അനുഭവങ്ങൾ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്, സാധാരണ മനുഷ്യന് നൽകിക്കൊണ്ടാണ് സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിഞ്ഞത്. കേരളത്തിലെ കണ്ണൂർ എന്ന് പറയുന്ന പോരാളികളുടെ മണ്ണിൽ നിന്നും പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു വർഗരഹിത സമൂഹ സൃഷ്ടിക്കു വേണ്ടി തൻ്റെ ജീവിതം വളർത്തിയെടുത്ത സഖാവായിരുന്നു കോടിയേരി. തന്നെ പ്രയാസപ്പെട്ട ഒരു കാലത്ത് ജന്മിനാട് വാഴ്ത്ത മുതലാളിത്ത സംഘങ്ങളും അതോടൊപ്പം തന്നെ വർഗീയ ശക്തികളും കളം നിറഞ്ഞാടുന്ന സമയത്താണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പോരാളിയായി സഖാവ് കോടിയേരി പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, ആ ഘട്ടത്തിലെല്ലാം വലിയ രീതിയിലുള്ള പ്രയാസം നേരിട്ടൊരു സമയമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നാടിൻ്റെ ശത്രു എന്ന് പ്രഖ്യാപിക്കുന്ന വലതുപക്ഷ മുതലാളിത്ത ദൗത്യത്തിനെതിരായി ഉള്ള പോരാട്ടം അചഞ്ചലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഖാവിന് സാധിച്ചു എന്ന് മാത്രമല്ല, ആ പ്രവർത്തനം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി 16 മാസത്തിലേറെ കാലം ഈ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മിസാത്തടവുകാരനായി ജയിലിൽ അടക്കപ്പെട്ടു. എന്നാൽ 70കളിൽ ആരംഭിച്ച തൻ്റെ പ്രവർത്തനം ദിശാബോധം തെറ്റാതെ താൻ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നതെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി കേരളീയ സമൂഹത്തിനകത്ത് സമർപ്പിക്കാൻ സഖാവിന് സാധിച്ചു എന്നുള്ളതാണ് സഖാവ് കോടിയേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ നല്ല കേൾവിക്കാരനാകുക എന്ന ലക്ഷണമൊത്ത ചുമതലാ നിർവഹണമാണ് സഖാവിൻ്റെ പ്രവർത്തന പാതയിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. ഏതൊരു പ്രശ്നത്തെയും ആശയദൃഢതയോടുകൂടി സമീപിക്കുകയും എന്നാൽ പ്രായോഗികമായി അതിനെ സമൂഹത്തിനകത്ത് വിന്യസിക്കുകയും ചെയ്യുക എന്ന ദൗത്യം അത്ര പെട്ടെന്ന് എല്ലാവർക്കും വഴങ്ങുന്ന ഒരു കാര്യമല്ല. അത് പല നേതാക്കളിലും പലതരത്തിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും കോടിയേരിയുടെ ജീവിതാനുഭവം മനസ്സിലാക്കുന്ന ഒരാൾക്ക്, ഏതൊരു മനുഷ്യനും അത് 100% ബോധ്യപ്പെടുകയും കേൾക്കുക മാത്രമല്ല, എരിഞ്ഞു കത്തുന്ന മനസ്സുകൾക്ക് ശാന്തത നൽകാൻ കഴിയുന്ന
മുഖമായി മാറാനും സഖാവ് കോടിയേരിക്ക് വളരെ പ്രയാസമേറിയ ഘട്ടങ്ങളിലും സാധിക്കുന്നു എന്നുള്ളത് നാം അനുഭവിച്ചറിഞ്ഞതാണ്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ വന്നിട്ടുള്ള സഖാക്കൾ, അതിൻ്റെ ചുമതല നിർവഹിച്ചിട്ടുള്ള ആളുകൾ, അവർ വ്യക്തിപരമായി ആക്രമിക്കപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് അവരെ മാനസികമായി തളർത്താനും അത്തരം പ്രചരണങ്ങളിലൂടെ അവരെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അപമാനങ്ങളുടെ കൂമ്പാരം സൃഷ്ടിക്കുക എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ വഴിനീളെയുള്ള ഇടപെടലുകളാണ്. അത്തരം സാഹചര്യങ്ങളിൽ താൻ തൻ്റെ കുടുംബത്തെക്കാളും തൻ്റെ വ്യക്തിജീവിതത്തെക്കാളും പ്രാധാന്യം കാണുന്നത് തൻ്റെ പ്രസ്ഥാനത്തിനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സഖാവിൻ്റെ പ്രതികരണങ്ങൾ. സഖാവിൻ്റെ കുടുംബത്തിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ആക്രമണങ്ങളെയെല്ലാം പാർട്ടി പക്ഷത്ത് നിന്നുകൊണ്ട് നേരിടാനുള്ള ശേഷി, എങ്ങനെയാണ് ആ വിഷയത്തെ അഭിസംബോധന ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ സഖാവ് കോടിയേരിയുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടതാണ്. കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിപ്ലവത്തിൻ്റെ മണ്ണാണ്. ഒരുപാട് മഹാന്മാരായ സഖാക്കൾ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ, ത്യാഗനിർഭരമായ പ്രവർത്തനത്തിലൂടെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഊർജം പകരുന്നത് നാം കണ്ടതാണ്. അവരുടെ ജീവനും അവരുടെ കുടുംബവുമെല്ലാം എരിഞ്ഞടങ്ങപ്പെട്ടാലും ആ എരിതിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന സാധാരണ മനുഷ്യനെ അഭിസംബോധന ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സമൂഹത്തെ കണ്ണൂരിനകത്ത് വാർത്തെടുക്കുന്നതിൽ പൂർവികരായ ഒട്ടേറെ സഖാക്കൾ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ അത്തരം ത്യാഗനിർഭരമായ പ്രവർത്തനം ഏറ്റെടുത്ത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിഞ്ച് പോലും പുറകോട്ടില്ലാതെ, ഇടർച്ചയില്ലാതെ, പതർച്ചയില്ലാതെ അതിനെ നയിക്കാൻ സഖാവ് കോടിയേരിക്ക് സാധിച്ചു എന്നുള്ളത് പിൻകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മുഴുവനും ഒരു പ്രചോദനമായിരുന്നു. മുതലാളിത്തവും വർഗീയതയുമെല്ലാം ഒരുക്കുന്ന ഏതു ശത്രു സൈന്യത്തിന് മുന്നിലും നെഞ്ചുവിരിച്ചു നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള വാക്ചാതുര്യവും അതിന് നേതൃത്വം നൽകാനുള്ള കരുത്തും പ്രകടമായിരുന്നു സഖാവ് കോടിയേരിയുടെ ജീവിതത്തിലുടനീളം. കണ്ണൂരിൻ്റെ വിപ്ലവഭൂമി കേരളത്തിന് നൽകിയ സന്ദേശം ഏറ്റെടുത്ത് കേരളത്തിലാകെ പടർത്തുന്നതിനു വേണ്ടി കണ്ണൂരിൻ്റെ ചുമതലയിൽ നിന്ന് കേരളത്തിൻ്റെ ചുമതലയിലേക്കും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ കേന്ദ്രത്തിലേക്കും പടർന്നു കയറിയ ആ മുന്നേറ്റം യഥാർത്ഥത്തിൽ കണ്ണൂരിനെ തിരിച്ചറിയുന്ന, കേരളത്തെ തിരിച്ചറിയുന്ന ഇന്ത്യയിലെ എല്ലാ മനുഷ്യനും ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി 2 തവണ ചുമതല വഹിക്കേണ്ടി വന്നിട്ടുള്ള സഖാവ് ഏറ്റവും സൗമ്യനായി കാണപ്പെടുകയും എന്നാൽ പാർട്ടിയോ പാർട്ടി സഖാക്കളോ വെല്ലുവിളി നേരിടുന്ന സമയത്ത്, ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതൊരു വലിയ തീപ്പന്തമായി മാറുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വലതുപക്ഷ വർഗീയ ശക്തികൾ
പാർട്ടി സഖാക്കളെ ശാരീരികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട്, ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു രക്ഷിതാവിൻ്റെ, ഒരു കാരണവരുടെ, ഒരു കരുതലിൻ്റെ, ഒരു പോരാളിയുടെ വാക്ചാതുര്യവും നമ്മൾ കണ്ടതാണ്. വളരെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് വലതുപക്ഷ വർഗീയ ശക്തികൾ പാർട്ടി സഖാക്കളെയും പാർട്ടിയെയും വകവരുത്താനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് ആ സൗമ്യമുഖത്തിൽ നിന്ന് ഒരു തീപ്പന്തമായി മാറുന്ന സാഹചര്യം നമുക്ക് കാണാം. പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി എന്ന കോടിയേരിയുടെ പ്രഖ്യാപനം ശത്രു സൈന്യത്തെ പോലും ഒരു ഘട്ടത്തിൽ പുറകോട്ടടിപ്പിക്കുന്ന സാഹചര്യം നാം കണ്ടതാണ്. അങ്ങനെ കേരളത്തിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനകീയ ജനാധിപത്യ വിപ്ലവ പാതയിലേക്ക് നയിക്കുന്നതിനും അതിനവസാനം വർഗരഹിത സമൂഹ സൃഷ്ടിക്കും വേണ്ടിയുള്ള പോരാട്ടം ഏത് തരം പ്രതികരണങ്ങളുണ്ടായാലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആർജവം സഖാവിൻ്റെ പ്രവർത്തന കാലയളവിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു സഖാവിൻ്റെ അഭാവം, അസാന്നിധ്യം നമുക്ക് നാം നടത്തുന്ന പോരാട്ടത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഓർക്കേണ്ടി വരും. സഖാവുണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്ത പല മനുഷ്യരിലും പടർന്നു കയറും. സഖാവുണ്ടായിരുന്നെങ്കിൽ എന്നത് സഖാവിൻ്റെ ശരീരം മാത്രമാണ് നമ്മളിൽ നിന്ന് വേറിട്ട് പോയത്. സഖാവ് ഉയർത്തിയ മുദ്രാവാക്യം, സഖാവ് മുന്നോട്ട് വച്ച ആശയം ഈ രാജ്യത്ത് അചഞ്ചലമായി നിലനിൽക്കുന്നുവെന്നും സഖാവിൻ്റെ ഓർമ്മകൾ ആ പ്രസ്ഥാനത്തെ, ആശയത്തെ മുന്നോട്ടാണ് നയിക്കുക എന്നും ഓർത്തുകൊണ്ടായിരിക്കണം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനുള്ള പടച്ചട്ട അണിയേണ്ടത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ മാനവികതയുടെ പ്രസ്ഥാനത്തെ വളഞ്ഞിട്ടാക്രമിക്കുന്നതിനു വേണ്ടി സംഘപരിവാര രാഷ്ട്രീയവും വലതുപക്ഷ ശക്തികളും വർഗീയ ശക്തികളും ന്യൂനപക്ഷ വർഗീയ ശക്തികളും ഉൾപ്പെടെ ലക്ഷ്യം പലവിധമാണെങ്കിലും മാർഗം ഒന്നായി സ്വീകരിച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ ലക്ഷ്യം പലതാണ്. ഊരിയിട്ട് പകർത്തിക്കൊണ്ടിരിക്കുന്ന മതാന്ധതയുടെ രാജ്യത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാരം ഉയർത്തുന്ന വെല്ലുവിളി ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ കൂരിരുട്ടിലെ രജതരേഖയായി വർത്തിക്കുന്ന കേരളത്തെ, ഇന്ത്യ രാജ്യത്താകെ കൂരിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു രജതരേഖയായി, വെള്ളിരേഖയായി നിൽക്കുന്ന കേരളത്തെ, അതിൻ്റെ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശേഷി ഇല്ലാതാക്കാനുള്ള ശ്രമം സംഘപരിവാരം നടത്തുമ്പോൾ തങ്ങൾക്ക് ഈ ആക്രമണത്തിലൂടെ കിട്ടുന്ന പരിഗണന കൊണ്ട് തങ്ങൾക്ക് അടുത്ത ഗവൺമെൻറ് രൂപീകരിക്കുക എന്ന വലതുപക്ഷ ശക്തികളുടെ UDFൻ്റെ ശ്രമം, UDF അധികാരത്തിലിരിക്കുമ്പോഴാണ് തങ്ങൾക്ക് സ്വതന്ത്രമായി വർഗീയ
അജണ്ട നടപ്പിലാക്കാൻ കഴിയുക എന്ന ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ തീവ്രവാദികളുടെ ശ്രമം, ഇതെല്ലാം ഇവർക്കൊക്കെ ലക്ഷ്യം പലതരത്തിലാണെങ്കിലും അവർ സ്വീകരിക്കുന്ന മാർഗം അവരുടെ ലക്ഷ്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, CPIM-നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ ശ്രമത്തെ പരാജയപ്പെടുത്താനുള്ള ദൗത്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, വിശിഷ്യ CPIM ഏറ്റെടുത്തിരിക്കുന്നത്. ആ ചുമതല നിർവഹണത്തിൽ കോടിയേരിയുടെ ഓർമ്മകൾ, സഖാവിൻ്റെ ജീവിതാനുഭവങ്ങൾ ഏറെ ശക്തിയാണ് നമുക്ക് നൽകുന്നത്. ഈ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ ശക്തികളുടെ കൂട്ടായ്മ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി നടത്തുന്ന വെല്ലുവിളി, ആ വെല്ലുവിളിയെ മുറിച്ചു കടന്ന് നാം ലക്ഷ്യം വെക്കുന്ന മുന്നേറ്റത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാക്കാൻ, മുന്നേറ്റത്തെ സാധ്യമാക്കാൻ സഖാവ് കോടിയേരിയുടെ ഓർമ്മകൾ നമുക്ക് വലിയ കരുത്തു പകരും. വർഗീയ ഫാസിസ്റ്റ് ശക്തികളും അതിനോടൊപ്പം ചേർന്നിട്ടുള്ള വലതുപക്ഷ കക്ഷികളും മുസ്ലിം ന്യൂനപക്ഷ തീവ്രവാദികളും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വ്യത്യസ്തങ്ങളായ നുണപ്രചരണങ്ങൾ നാടാകെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ സത്യമാകുമെന്ന ഹിറ്റ്ലറുടെ അനുയായി അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ തോഴൻ ഗീബൽസിയൻ സിദ്ധാന്തം, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി വലതുപക്ഷ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും വിലക്കെടുത്ത് വലിയ തോതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായി നുണകളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളെ എല്ലാം മറികടക്കാൻ നമ്മെ കൂടുതൽ പ്രാപ്തമാക്കുന്നതാണ് സഖാവ് കോടിയേരിയുടെ ഓർമ്മ. തിളച്ചുമറിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ ഉദാത്തമായ സന്ദേശം മുന്നോട്ട് പോകാനുള്ളത് ആണ്, അതൊരിഞ്ചി പിന്നോട്ട് പോകാനുള്ളതല്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് സഖാവ് കോടിയേരി രോഗബാധിതനായി നിൽക്കുമ്പോഴും തൻ്റെ രോഗം, തനിക്ക് വന്നിട്ടുള്ള അസുഖം അത്ര നിസ്സാരമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും മരിക്കുന്നത് വരെ, തൻ്റെ ശ്വാസം പോകുന്നത് വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ നാവാകും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സഖാവ് നമ്മോട് വിട പറഞ്ഞത്. പലപ്പോഴും നമ്മോടൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ സാധിക്കുന്നു? ആ ചോദ്യമാണ്, എങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ സാധിക്കുന്നു? തൻ്റെ ജീവിതം അവസാനിക്കാറായി, ഏതു നിമിഷത്തിലും ഞാൻ ഇല്ലാതാകും എന്ന് തിരിച്ചറിയുമ്പോഴും ഞാൻ ഇല്ലാതാകുന്ന ഏത് നിമിഷമാണോ ആ നിമിഷത്തിലും ഞാൻ ഉയർത്തിപ്പിടിച്ച ചോരച്ചെങ്കൊടി ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സമരഭൂമിയിൽ അത് ഉയർന്നു തന്നെ നിൽക്കും എന്ന സന്ദേശമായിരുന്നു സഖാവിൻ്റെ അവസാന കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല, ഉത്തരവാദിത്വം എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു സഖാവ് കോടിയേരി. അതുകൊണ്ട് തന്നെ
വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ ഉയർന്നു വരുന്ന വർഗീയ വലതുപക്ഷ മുതലാളിത്ത കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള പോരാട്ടം നാം ആർജവത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സഖാവ് കോടിയേരിയുടെ ഓർമ്മദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നാം ലക്ഷ്യം വെക്കുന്ന പോരാട്ടത്തിൽ സർവമാന ജനങ്ങളെയും മതനിരപേക്ഷതയുടെയും ജനാധിപത്യ ബോധത്തിൻ്റെയും എല്ലാ സാധ്യതകളെയും അണിനിരത്തി നാടിൻ്റെ ശത്രുക്കളായ വലതുപക്ഷ വർഗീയ ശക്തികളെ, മാനവികതയുടെയും മണ്ണിൻ്റെയും ശത്രുക്കളായ വലതുപക്ഷ വർഗീയ ശക്തികളെ എതിർത്ത് പരാജയപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് സഖാവ് കോടിയേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനനുസൃതമായ രീതിയിലേക്ക് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എല്ലാ സഖാക്കളും, എല്ലാ കുടുംബങ്ങളും, എല്ലാ മനുഷ്യരും തയ്യാറാവേണ്ട സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഖാവ് കോടിയേരിയുടെ ഓർമ്മദിനത്തിൽ ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട്, സഖാവ് കോടിയേരി നമ്മുടെ മനസ്സാണ്, ശരീരമാണ്, ജീവിതമാണ് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് സഖാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ലാൽ സലാം.